അങ്ങനെ സന്തോഷത്തിൻ്റെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വേദനകളുടെയും ആരൊക്കെയോ നമ്മളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ആരൊക്കെയോ നമ്മളിൽ നിന്ന് ഈ 2020 കൊഴിഞ്ഞുപോയി, 2025 നമ്മുടെ കൂടെയില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെയും ഒരു വർഷത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും ആശംസിക്കുന്നു നല്ലൊരു 2025 എന്ന പുത്തൻ വർഷം. വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം പ്രതീക്ഷിക്കണം. കാരണം ഒരിക്കലും വേദനകളും ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ സന്തോഷങ്ങളും മനുഷ്യ ജീവിതത്തെ ഒരിക്കലും വിട്ടകലില്ല. ഇതെല്ലാം ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്ന രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത് ഇത്തരം വേദനകളായിട്ടുള്ള അനുഭവങ്ങളാണെന്ന് മാത്രം. പലപ്പോഴും വേദനകളാണ് നമ്മുടെ മനസ്സിൽ ഒത്തിരിയേറെ തളം കെട്ടി കിടക്കുന്നത്. സന്തോഷങ്ങൾ പലപ്പോഴൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴുകി ഇറങ്ങി പോകാറുണ്ട്. അതുപോലെയാണ് ചില വ്യക്തികളും സാഹചര്യങ്ങളും. എത്ര നല്ലവരാണെങ്കിലും എത്ര മോശം വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും ഒരു പരിധിവരെ ഇതിനെല്ലാം നിലനിൽപ്പുള്ളൂ. അത് കഴിയുമ്പോൾ ഇതെല്ലാം മാറിപ്പോവും. നിലനിൽക്കുന്നവരെ എപ്പോഴും കൂടെ ചേർക്കുക. മാറിപ്പോകുന്നവർ മാറിപ്പോട്ടെ. ആരെയും പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല. മാറിപ്പോകണമെന്ന് തീരുമാനിക്കുന്നവർ തീർച്ചയായിട്ടും മാറിപ്പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് പുത്തൻ ഉണർവോടുകൂടി പുത്തൻ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. അങ്ങനെ 2024 അവസാനിക്കാനായിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രം, 2-3 ദിവസങ്ങൾ. കുറേയൊക്കെ വേദനകളും അതിനേക്കാൾ ഉപരിയായി ഒത്തിരിയേറെ സന്തോഷങ്ങളും അടങ്ങിയ ഒരു പിടി ഓർമ്മകൾ തന്നിട്ടാണ് ഈ വർഷവും നമ്മളെ വിട്ടുപോകുന്നത്. അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുറേയേറെ വ്യക്തികൾ, കുറേയേറെ സാഹചര്യങ്ങൾ, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് മറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചില സാഹചര്യങ്ങളും ചില വ്യക്തികളും, എന്നും കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ വർഷം നമുക്ക് സമ്മാനിച്ച കുറേയേറെ നന്മകളും ഓർമ്മകളും സാഹചര്യങ്ങളും കുറച്ച് കൂട്ടുകാരും. ഇതൊക്കെയാണ് തീർച്ചയായിട്ടും ഒരു വർഷത്തെ മനോഹരമാക്കുന്നത്. എത്രയോ അവസരങ്ങളിലൂടെയും എത്രയോ അവസ്ഥകളിലൂടെയും നമ്മൾ കടന്നുപോയി. കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയ പലരും നമ്മളെ ഒറ്റിക്കൊടുക്കും നമ്മൾ കണ്ടു. ആരും കൂടെ ഇല്ലാത്തപ്പോൾ ദൈവദൂതനെ പോലെ ആരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു അല്ലേ? ഇന്നും ഈ 2024 ചില ഓർമ്മകളൊക്കെ ഈ വരുന്ന 2025 കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ചില വ്യക്തികളൊക്കെ കൂടെ വേണമെന്ന് നമ്മൾ കൊതിക്കുന്നില്ലേ? ഇവരൊന്നും നമ്മളെ വിട്ടു പോകരുത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ചിലരോടൊക്കെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലേ, എന്ത് മനോഹരമായാണ് നീ എന്നെ സ്നേഹിക്കുന്നത്. അവർക്കിതൊന്ന് അയച്ചു കൊടുക്കണം. അവർ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അല്ലേ? കഴിഞ്ഞ 2024 ജനുവരി 1-ാം തീയതി ഒത്തിരിയേറെ തീരുമാനങ്ങൾ ഒരുപക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടാകാം, തീരുമാനങ്ങൾ എടുത്തിട്ടില്ലായിരിക്കാം. എങ്കിലും ചില പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. 2023 കുറച്ചുകൂടി ഭംഗിയായി 2024 ജീവിക്കണം എന്നുള്ള ചില പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എത്രത്തോളം പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് ചോദിച്ചാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ സംശയമാണ്. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം 2024 ഈ തീരുമാനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട ഒരു സമയമാണ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.